അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ്. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങളെന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടുകയാണ്. ഈ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം തന്ന സർവേശ്വരനായ പടച്ചതമ്പുരാന് സർവ്വസ്തുതികളും. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അല്ലാഹ് കബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹ്. ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ദുആ ചെയ്യുന്നവർ, കാത്തിരിക്കുന്നവർ എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹ് പ്രദാനിക്കുമാറാകട്ടെ. കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. കുറഞ്ഞ സമയത്ത് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക എന്ന വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാ ദിവസവും നമ്മളിങ്ങനെ കാത്തിരിക്കുന്നത്, ഒരുമിച്ച് കൂടുന്നത് അല്ലേ? അല്ലാഹ് കബൂലാക്കട്ടെ. ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാകണില്ലേ? ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റണില്ലേ? അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തണം. എല്ലാ വീഡിയോകളും ലൈക്ക് ചെയ്യണം. അത് മറ്റുള്ളവരിലേക്ക് എത്താൻ ഒരു കാരണമാണ്. അല്ലാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏത് ആഗ്രഹവും, ഹലാലായ ഏത് ആഗ്രഹവും രഹസ്യമായി നേടിയെടുക്കാൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അമല് രഹസ്യമായി ചെയ്യണം. ആരും കാണാൻ പാടില്ല, ആരും കേൾക്കാൻ പാടില്ല. അങ്ങനെയുള്ള രഹസ്യമായി ചെയ്താൽ ഉറപ്പായും ഫലം കിട്ടുമെന്ന് മഹാരഥന്മാർ പറഞ്ഞ് ജീവിതത്തിൽ ഒരുപാട് പേര് നേടിയെടുത്ത അത്ഭുതത്തിന്റെ ഖുർആനിക മരുന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഇല്ലേ? നമുക്ക് ആഗ്രഹങ്ങളില്ലേ? ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരുണ്ടോ? നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അറ്റമില്ല. ഉണ്ടോ? ആഗ്രഹങ്ങൾക്ക് അറ്റമില്ല. ഇല്ലേ? നമുക്ക് എന്താ പറയാ, 1% എന്താ പറയാ ആദിയും 99% പൂതിയുമാണ്. നമുക്ക് എത്ര കിട്ടിയാലും മതി. ഒരു നില വീട് വെച്ച് 2 നില വീട് വെക്കണം. ഒരു കാറ് വാങ്ങിയാൽ കുറച്ചുകൂടി നല്ല വാഹനം വാങ്ങണം. ഒരു ബൈക്ക് വാങ്ങിയാൽ കാറ് വാങ്ങണം. അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അത് കുറ്റമല്ല, പക്ഷെ അത് ആർത്തിയാകുമ്പോൾ പ്രശ്നമാണ്. അത് ആർത്തിയാകുമ്പോൾ പ്രശ്നമാണ്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ കല്യാണത്തിനൊക്കെ പോയാലും ഭക്ഷണം കഴിക്കാൻ പോയാലും നമ്മളിങ്ങനെ ഓരോരുത്തർ കൊണ്ടുപോകും. അല്ലെങ്കിൽ ബൊഫേ ഫുഡാണെങ്കിൽ ഇപ്പൊ അങ്ങനെയാണല്ലോ, ബൊഫേ ഫുഡാണ്, ആവശ്യമുള്ളത് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകാം. നമ്മളിങ്ങനെ പ്ലേറ്റ് നിറച്ചിങ്ങനെ എടുക്കും. കഴിക്കാനൊന്നുമില്ല, പക്ഷെ പ്ലേറ്റ് നിറച്ചു വെച്ചില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഇല്ല. ഒരു ആഗ്രഹത്തിന് പുറത്ത് മേടിച്ചു വെക്കും, പക്ഷെ അത് വേസ്റ്റ് ആകും. അതാണ് പറഞ്ഞത്, ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ആഗ്രഹം നമുക്ക് ഒരുപാടുണ്ട്, പക്ഷേ ആഗ്രഹങ്ങളൊക്കെ പലതും ഹലാലായ അത്യന്താപേക്ഷിതമായ മക്കൾക്കൊരു ജോലി, മക്കളുടെ വിദ്യാഭ്യാസം, ഭർത്താവിന് ജോലി, വിദേശത്താണ്, ശമ്പളം കൂട്ടുന്നില്ല, ലീവ് കിട്ടുന്നില്ല, വിസ അടിക്കുന്നില്ല, ലൈസൻസിന്റെ പ്രശ്നമുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അത് നേടിയെടുക്കാനുള്ളൊരു എളുപ്പ വഴിയാണ് നമ്മൾ പറയുന്നത്. അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ആഗ്രഹങ്ങൾ ഏതായാലും നമ്മുടെ റബ്ബിനോട് പറയണം. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. ദുആയാണ് നമ്മുടെ ഏറ്റവും വലുത്. ദുആ അല്ലാതെ മറ്റൊരു മാർഗമില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ദുആ ഏറ്റവും വലിയ അമൂല്യമാണ്. എന്നാൽ അതിനോടൊപ്പം നമ്മുടെ രഹസ്യമായി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ആദ്യമായി ചെയ്യുന്ന നിസ്കാരം കൃത്യമാക്കണമെന്നാണ്. നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമുണ്ടോ? നമ്മൾ കഷ്ടപ്പെട്ട്, ഉദാഹരണം പറയാം, കഷ്ടപ്പെട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഗ്ലാസ് പാല് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നു വിചാരിക്കാം. നടന്നുപോയി ദൂര സ്ഥലത്ത് പോയി, പാല് കിട്ടാനില്ല, നമ്മൾ പാല് കൊണ്ടുവന്ന് വെച്ചു. അതിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് പാല് ചായയിലേക്ക് ഇട്ടുകൊണ്ടിരുന്നപ്പോൾ ചായ അങ്ങനെ ഗ്യാസ് ഓഫ് ചെയ്യാറായപ്പോ ഒരു പല്ലി അതിലേക്ക് കഷ്ടിച്ചു എന്ന് വിചാരിക്കും. പിന്നെ അത് ഉപയോഗമുണ്ടോ? നമ്മൾ കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അങ്ങ് കുടിക്കും, അത് വേറെ കാര്യം. നമ്മൾ കണ്ടു, അപ്പൊ പിന്നെ നമുക്ക് കുടിക്കാൻ പറ്റും? നമ്മൾ പിന്നെ കുടിക്കൂലല്ലോ. അതുപോലെ നമ്മൾ എന്തെല്ലാം ചെയ്തിട്ട് നിസ്കാരം ഇല്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? അവലുമായി യുഹാസബു യൗമുൽ ഖിയാമ, ആദ്യമായി ഖിയാമത്ത് നമ്മൾ ചോദ്യം ചെയ്യുന്ന നിസ്കാരമാണ്. അവൻ ഇൻഷാല്ലാഹ് എന്റെ ശബ്ദം സഹിക്കുന്നവർ നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏത് അമല് ചെയ്യണമെങ്കിലും നമസ്കാരം കൃത്യമാക്കുന്നവരാവുക. അല്ലാഹു കബൂലാക്കട്ടെ. നിസ്കാരം കൃത്യമാക്കുന്നതിനോടൊപ്പം ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു അമൽ, പരിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് സൂറത്തുൽ ഖുർആനിന്റെ ഖൽബാണ് സൂറത്തു യാസീൻ. അല്ലേ? യാസീൻ ഓതാനല്ല, യാസീൻ നമ്മൾ ഓതുന്നവരാണ്, രാവിലെ വൈകുന്നേരം ഓതുന്നവരാണ്. അതല്ല, അല്ലാഹു അങ്ങനെ നിത്യമായി ഓതാൻ ഭാഗ്യം തരട്ടെ. ഒരു യാസീൻ ദിവസം ഓതിയിരിക്കണം. അല്ലാഹു കബൂലാക്കട്ടെ. സൂറത്തുൽ യാസീൻ ഇങ്ങനെ ഓതി വരുമ്പോ സൂറത്തുൽ യാസീനിലെ 58-ാമത്തെ ആയത്ത്, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. ഇതറിയാത്ത ആരും ഉണ്ടാവില്ല, അല്ലേ? നമ്മളിങ്ങനെ യാസീൻ ഇങ്ങനെ ഓതി ഇങ്ങനെ ഓതി അങ്ങ് വിടലാണ്. അർത്ഥവും നമുക്കറിയില്ല. പ്രിയമുള്ളവരെ, ഖുർആനിന്റെ ഹൃദയം യാസീനാണ്. യാസീനിന്റെ ഹൃദയം ഈ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം എന്ന് പറയുന്ന ആയത്താണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അപ്പോ എത്ര മഹത്വം വിചാരിച്ചു നോക്കിയേ. സങ്കടങ്ങളും നൊമ്പരങ്ങളും പ്രയാസങ്ങളും പ്രയാസങ്ങളൊക്കെ വലിയ പിടിവള്ളിയാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം എന്ന് പറയുന്ന ആയത്ത് എഴുതി വെക്കുന്ന വീട്ടിൽ മാരക രോഗങ്ങൾ വരൂല എന്ന് പറയുന്ന പണ്ഡിതന്മാരെ കാണാം. അത് വലിയ പിടിവള്ളിയാണ് എന്ന് പറഞ്ഞ മഹത്തുക്കളെ കാണാം. അതൊന്നുമല്ല നമ്മുടെ ചർച്ചാ വിഷയം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് നമ്മളിന്ന് പറയുന്നത് ഏത് ആവശ്യം നേടിയെടുക്കാനാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഖൽബുൽ ഖുർആനാകുന്ന സൂറത്തുൽ യാസീനിലെ 58
58-ാമത്തെ ആയത്ത് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ആയത്ത് അറിയാത്ത ആരും ഉണ്ടാവില്ലല്ലോ. എല്ലാവർക്കും അറിയാം. ഈ ആയത്തിനെ നമ്മൾ എന്തിനറിയോ, രാത്രി ഇശാ നമസ്കാരം കഴിഞ്ഞിട്ടാകട്ടെ, സുബൈ നമസ്കാരം കഴിഞ്ഞിട്ടാകട്ടെ, ളുഹർ നമസ്കാരം കഴിഞ്ഞിട്ട് ഒറ്റയ്ക്കിരിക്കണം. ഇതിന്റെ ഇടയിൽ സംസാരിക്കാൻ പാടില്ല. ഇടയിൽ സംസാരിക്കാനോ ദുനിയവിയായ ചിന്തകളിലേക്ക് മനസ്സ് പോകാനോ പാടില്ല. പ്രത്യേകം വലിയ പവറുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഉണ്ടാവും, നമ്മളിന്ന് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ കോൾ വരും, നമ്മൾ അതെടുത്ത് ഇങ്ങനെ തോണ്ടി നോക്കും. അപ്പം മോളിൽ നിന്ന് ഇങ്ങനെ വലിച്ച് നോട്ടിഫിക്കേഷൻ വരും, ഇപ്പം മെസ്സേജ് ആണ്. നമ്മളിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും സലാമൻ ഖൗലൻ മിർ റഹീം, സലാമൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമൻ റബ്ബിർ റഹീം. മെസ്സേജ് വായിച്ചിട്ട് ഇങ്ങനെ ചിന്ത പിന്നെ അതാണ്. അത് പറ്റൂല. എല്ലാം മാറ്റി വെച്ചേക്കാം, മൊബൈലും എല്ലാം മാറ്റി വെച്ചേക്കാം. ദുനിയവിയായ ചിന്തകളൊക്കെ ഒന്ന് മാറ്റി വെച്ച് കുറച്ച് നേരത്തേക്ക്. എന്നിട്ട് എന്തെന്നറിയോ, ഒറ്റയ്ക്കിരിക്കണം. ആരും കേൾക്കാതെ, ആരും കണ്ടില്ല എങ്കിൽ വലിയ ഉപകാരം. ആ ഡോറൊക്കെ ഒന്ന് അടച്ചിട്ട് അപ്പോൾ രാത്രി ഇശാസ്കാരം കഴിഞ്ഞ് എന്തെങ്കിലും ചൊല്ലുന്ന രീതി നമുക്ക് അവിടെ ഇരിക്കാമല്ലോ. അവിടെ ഇരുന്നിട്ട് മനസ്സിനെ അള്ളാഹുലേക്ക് സമർപ്പിച്ച് ഇഖ്ലാസോടുകൂടി വുളുഓടുകൂടി ഈ 58-ാമത്തെ ആയത്തിന് 129 തവണ ദുആ ചൊല്ലണം. ദിക്ർ എന്ന നിലയിൽ ചൊല്ലാം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം ഓതാൻ കഴിയാത്ത, നിസ്കരിക്കാൻ കഴിയാത്ത ഉമ്മമാർക്ക് ഇത് ദിക്ർ എന്ന നിലയിൽ, ഇത് ദിക്റായും ചൊല്ലാം. ഖുർആനാണെന്ന് ചിന്ത വേണ്ട. ദിക്ർ എന്ന നിലയിൽ 129 തവണ. അതായത് അശുദ്ധിയുടെ സമയം കഴിഞ്ഞ ചൊല്ലാട്ടോ. എന്തെങ്കിലും അത്യാവശ്യ ഘട്ടം ഉണ്ടെങ്കിൽ ഇതൊന്ന് പ്രയോഗിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അത് അത്യാവശ്യങ്ങളൊന്നുമില്ല, നടന്നാൽ കൊള്ളാം. അപ്പോൾ അശുദ്ധി കഴിഞ്ഞിട്ട് ചൊല്ലിയാലും മതി. എങ്കിൽ ഇൻഷാല്ലാ നിസ്കാരത്തിന്റെ ടൈമിൽ മാത്രം ഒന്ന് ചൊല്ലിയാൽ നല്ലതായിരിക്കും. ഇനി അതല്ല ഒരു അത്യാവശ്യം എമർജൻസി കേസ് വന്നു, അത്യാവശ്യ കേസ് വന്നു, അപ്പോൾ വേഗം ഒന്ന് ചൊല്ലാം. അതിനുവേണ്ടി അത് ദിക്ർ എന്ന രൂപത്തിൽ ചൊല്ലാമെന്ന് പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധമായ 58-ാമത്തെ ആയത്ത് 129 തവണ ആ ഇരുപ്പിൽ തന്നെ ഇരുന്ന് ആത്മാർത്ഥമായി, എത്ര സമയം വേണം, എത്ര ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ, ആത്മാർത്ഥമായി ആർക്കാനും വേണ്ടി ചൊല്ലരുത്. സലാമംഗലം പറയും, സലാമംഗലം പറയും, സലാമംഗലം പറയും അല്ല, ഓരോ അക്ഷരം വ്യക്തമായി സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. എണ്ണം കൃത്യമായിരിക്കണം, കൂടാനോ കുറയാനോ പാടില്ല. വിരലിങ്ങനെ എണ്ണണം, എണ്ണി തിട്ടപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇത് നിങ്ങൾ പതിവാക്കണം. ഇത് എത്ര ദിവസമാണോ ചൊല്ലാം, അതായത് 11 ദിവസം വേണേൽ ചൊല്ലാം. നമ്മുടെ പ്രശ്നത്തിന്റെ, നമ്മുടെ ആവശ്യത്തിന്റെ കടുപ്പനുസരിച്ച് ഇങ്ങനെ അധികരിപ്പിക്കും. നമ്മൾ ഈമാൻ കുറഞ്ഞവരല്ലേ, അപ്പോൾ നമ്മൾ ബലഹീനരാണ്. അള്ളാഹ് കബൂലാക്കാൻ അനുഗ്രഹിക്കും, ഈമാൻ തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് പതിവാക്കുന്നവർക്ക് വലിയ നേട്ടമുണ്ടെന്നാണ്. ഏത് എന്താ പറയാ, മുടങ്ങിക്കിടക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറാൻ ഇത് കാരണമാകും. അള്ളാഹ് കബൂലാക്കട്ടെ. ഒരുപാട് ആളുകൾ ചൊല്ലി റിസൾട്ട് ഉണ്ടായതാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ഇൻഷാ അല്ലാഹ് ഇത് പതിവാക്കി. സൂറത്തുൽ യാസീനാണ്, അത് വലിയ മഹത്വമുണ്ട്. യാസീനിന്റെ കൽബാണ്, അതിൽ വലിയ മഹത്വമുണ്ട്. അള്ളാഹ് കബൂലാക്കാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. 129 തവണ അള്ളാഹ് കബൂലാക്കാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള ഉപകാരപ്രദമായ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങളെന്ന മനോഹരമായ ആശയത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. അതോടൊപ്പം ഇസ്ലാമിക ചരിത്രം കേൾക്കാൻ നമുക്ക് വലിയ ഇഷ്ടമാണ്, പക്ഷേ വലിയ സമയമെടുത്ത് കേൾക്കാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് ഇതുപോലെ കുറഞ്ഞ സമയത്ത് നിങ്ങളിലേക്ക് ചരിത്രം എത്തിക്കുന്ന ഒരു ചാനലാണ് ബദറിൻ തീരം ചരിത്ര കഥകൾ. നടിച്ചു നോക്കിയാൽ മതി, ബദറിൻ തീരം ചരിത്ര കഥകൾ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണിക്ക്. അതൊരു പുതിയ ചാനലാണ്. അതിലൂടെ ഇസ്ലാമിക ചരിത്രങ്ങൾ, കഥകൾ നിങ്ങളിലേക്ക് എത്തിക്കലാണ് ഉദ്ദേശം. അള്ളാഹ് കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ആ ചാനലുണ്ട്. അതോടൊപ്പം മറ്റൊരു ചാനലാണ് ബദറിൻ തീരം ആത്മീയ മജ്ലിസ്. എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ആ ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കും. ഈ 3 ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ ലിങ്ക് താഴെ കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക. അള്ളാഹ് കബൂലാക്കട്ടെ. ഈ വീഡിയോ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. നിങ്ങളൊക്കെ ദ്വാരക്കണം. ഒരുപാട് സങ്കടങ്ങളുടെ, നൊമ്പരങ്ങളുടെ, ഒരുപാട് ആളുകൾ വലിയ സങ്കടത്തിന്റെ നെറുകയിലാണ്. അവർക്ക് കമന്റ് ആയി രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവർക്ക് മറുപടി കൊടുക്കുന്നുമുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ വിഷമങ്ങളും, വ്യതകളും, ബുദ്ധിമുട്ടുള്ള മാറ്റിത്തരട്ടെ. ഹലാലായ മുറാദുകളെ ഹാസിലാക്കട്ടെ. ഖുർആൻ അനുസരിച്ച് ജീവിക്കുവാനും ഖുർആനോട് മുറുകെ പിടിക്കുവാനും ഖുർആന്റെ പൊരുത്തത്തോടെ ജീവിക്കാനുള്ള വലിയ തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആരക്കണം. ഒരുപാട് ആളുകൾ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും ദുആ വസിയത്തുകൾക്ക് മറുപടി നൽകുന്നുമുണ്ട്. ദുആ ചെയ്യാമെന്ന് വസിയത്ത് നൽകുന്നു, ഞാൻ ഉറപ്പ് നൽകുന്നു. നിങ്ങളും ഈ സാധുവിന് വേണ്ടി ദുആരക്കണം. അല്ലാഹു മജ്ലിസ് നിലനിർത്തി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. മജ്ലിസ് നിങ്ങൾക്ക് ഉപകാരമാവണില്ലേ? നിങ്ങളൊക്കെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു അറിവുമായി നാളെ നമുക്ക് കണ്ടുമുട്ടാം. ദുആ വസിയത്തോടെ ഊസിക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.